അതെ ഈ ടി വിയിലൊക്കെ പാട്ട് പാടുന്ന ഒരു ഡോക്ടർ കെ എസ് മേനോനില്ലേ, പുള്ളിയുടെ വീട് എവിടെ? ടി വിയിൽ പാടുന്ന ഡോക്ടർ കെ എസ് മേനോന്റെ വീടോ? ഐ എം സോറി, ടി വി പാട്ട് പാടുന്ന പുള്ളിയല്ല, പുള്ളിയുടെ ഡോക്ടർ രാധിക. ടി വിയിലൊക്കെ പാട്ട് പാടുന്ന കെ എസ് മേനോൻ. ടി വിയിൽ പാട്ട് പാടുന്ന കെ എസ് മേനോൻ അല്ലേ? ഡോക്ടർ കെ എസ് മേനോൻ. നമ്മുടെ മേനോൻ. നടക്കാം. അവിടെ വേണോ? ആ സൈഡിലോ? ഇങ്ങോട്ടോ? വേണ്ട, ഈ മാല ഡോക്ടർ കെ എസ് മേനോൻ. വീഡിയോ വെച്ചാണോ മാല വരും? അത് ശരി, മാല വരുന്നല്ലേ പിച്ചാതെ കാണിക്കൂ. കുത്തോ? ഞാൻ എടുത്തില്ല. 5-8 പവന്റെ മാലയാ ഡോക്ടർ കെ എസ് മേനോൻ. മോതിരം അതങ്ങനെ ഊരാൻ പറ്റത്തില്ല. സോപ്പ് ഇട്ടോ ഊരാൻ? സോപ്പൊന്നും ഇടണ്ട. ഡോക്ടർ കെ എസ്, ഞാൻ ഊരി തരാം. ഡോക്ടർ കെ എസ് മേനോന്റെ വീട്. വാച്ചില്ല, വാച്ചില്ല. ഊരിയും തരണോ? ഇതങ്ങോട്ട് ഊരാൻ പറ്റുന്നില്ല. കണ്ടത് ഒരു ഡോക്ടർ കെ എസ് മേനോൻ ഊരത്തില്ലടോ, ഊരാനില്ല. മേത്ത് വിട്ടുള്ള കളി മതി. അടിച്ച് പിറ്റായി വന്നിട്ട് നിനക്ക് വല്ല പെണ്ണുങ്ങളുടെ വീട് കാണാൻ ഞാൻ ഈ നാട്ടുകാരൻ തന്നെ കേട്ടോ. നിക്കേ ഒരു കാര്യം, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഡോക്ടർ കെ എസ് മേനോന്റെ വീട് അറിയാം. അതല്ല, ഒരു വീഡിയോ വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ്, ഒരു വീഡിയോ വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. അത് മോശമാണ്, മോശമാണ്. ഹലോ, രാഘവേട്ടനല്ലേ? അതെ, എന്താ? കുളമായി രാഘവേട്ട. അയ്യോ, എന്തു പറ്റി? രാധികയുടെ വീട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്റെ വാച്ചും മാലയും മോതിരവും ഒക്കെ കുറെ ആൾക്കാർ അടിച്ചോണ്ട് പോയി. അപ്പൊ അവർക്ക് സ്വന്തമായിട്ട് വാച്ചും മാലയും ഒന്നും ഇല്ലായിരിക്കും. ഓ, തമാശ പറഞ്ഞ് പിടിച്ചില്ലായിരിക്കും. അല്ല, അതിരിക്കട്ടെ, സാർ ഇപ്പൊ എവിടുന്നാ സംസാരിക്കുന്നത്? ഇവിടെ അടുത്തൊരു പബ്ലിക് ബൂത്തിൽ നിന്നാ. ഇനിയെങ്കിലും ഇങ്ങോട്ട് വന്നൂടെ മോനെ? ഈ പറ്റിയ ചമ്മലൊന്നും മാറ്റാൻ ഒരു ലാർജ് അടിച്ചിട്ട് ഞാൻ വരാം. ഇന്ന് ഒരുപാട് കഴിച്ചില്ല മോനെ, അത് പോരെ? ഒരു കുഴപ്പമില്ല, ഞാൻ ഉടൻ വരാം. വെക്കട്ടെ? ഹലോ, ഇതൊരു വീടില്ലേ? അതെ, ഒരു ലാർജ്. എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? എനിക്ക് നിങ്ങളെയും പരിചയമില്ല. പക്ഷെ നിങ്ങളെ പോലിരിക്കുന്ന വേറെ 4 പേരെ എനിക്കറിയാം. അവന്മാർ എന്നെ കുറെ ഇടിയിടിച്ചിട്ട് എന്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ പിടിച്ചോണ്ട് പോയി. അപ്പൊ ഞാൻ പോയ ആവശ്യം വേറെ ആയിരുന്നു. ഇനി അഥവാ അവന്മാരെ എന്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ആദ്യം ഇരിക്കുന്നത് ഞാനിങ്ങനെ പിടിക്കും. അപ്പൊ പുറകെ ഇരിക്കുന്ന ചാടി എനിക്ക് എന്നിട്ട് ഇവരെ ഞാനിങ്ങനെ പൊക്കി എടുത്തിട്ട് മാല ഊരിയിട്ട് ഈ മാല ഞാൻ കഴുത്തിലിടും. അപ്പൊ പുറകെ ഇരിക്കുന്ന 2 കഴിക്കും. അവന്മാരെ ഞാൻ ഒറ്റ വെച്ച് കൊടുക്കുമ്പോ പുറകെ എടുത്ത ചാടി വരുമ്പോൾ കുഞ്ഞിട്ട് അവൻ ഇങ്ങനെ പിടിക്കും. എന്നിട്ട് ഞാൻ അവന്റെ വാച്ച് ഊരിയിട്ട് ഒറ്റ കയറി. എന്നിട്ട് ഞാൻ ഈ വാച്ച് കൈ കെട്ടും. അപ്പൊ ചാടി പിടിച്ച് നിർത്തിട്ട് ഈ മോതിരം ഊരി എടുത്തിട്ട് അപ്പൊ ഒരുത്തം പുറകിന് ചാടി വരുമ്പോ പിടിച്ച് തിരിച്ചങ്ങ് വെക്കും. അപ്പൊ ഇതുമായിട്ട് സംബന്ധമില്ലാത്ത ഒരാൾ വരുമ്പോ ഞാൻ എന്നിട്ട് ഞാൻ അവനെ ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചു നിർത്തിയിട്ട് എന്നിട്ട് ആ മോതിരം ഞാൻ കയ്യിലിടും. എന്നിട്ട് ഇവിടെ വന്നിരിക്കും. എന്നിട്ട് ആ വിസ്കി എടുത്ത് കുടിക്കും. അപ്പൊ ഒരാളങ്ങനെ ഒരു സ്മോൾ വിസ്കി.
Excuse me, sir. Yes, I am Vijay Menon, Private Secretary GK. very nice to meet you. മിസ്റ്റർ പ്രകാശ് ഇല്ലേ? സാർ ഇപ്പോ വരും. എന്താ കാര്യം? വരുമ്പോ GK-യുമായി അപ്പോയിന്റ് ചെയ്യാൻ പറയണം. ശരി. താങ്ക് യു. ആരാത്? GK-യുടെ പ്രൈവറ്റ് സെക്രട്ടറിയാ. ഏത് GK? ഏത് GK-യാ? എടാ മരത്തലയാ. കേരളത്തിലെ ഏറ്റവും വലിയ അധോലോക രാജാക്കന്മാരിൽ ഒരാളാ. എന്റെ ദൈവമേ, പ്രകാശ് സാർ GK-യുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയ നമ്മൾ രക്ഷപ്പെട്ടു. അധോലോകം, സ്വർണ്ണ ബിസ്ക്കറ്റ്, സ്ക്വാച്ച്. ചിലപ്പോ അകത്തായി പോകാനും മതി. എടാ നിന്റെ നാവിൽ നല്ലത് വരൂല. കുറിപ്പേട്ട KK പ്ലാന്റേഷൻസിന്റെ കേസ് എന്നത്തേക്കാ പോസ്റ്റ് ചെയ്യിക്കുന്നത്? അപ്പൊ നോട്ടീസ് എന്നത്തേക്ക് അയക്കേണ്ടത്? ഇന്ന് തന്നെ അയച്ചേക്കാം. Yes, I am Shyam Prakash. please come in. Thank you. Hello, sir. വെൽക്കം മിസ്റ്റർ പ്രകാശ്. പ്രകാശ് ഇരിക്കൂ. Thank you. ഒരു മുഖവുരയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രകാശ്, ഞാനും കൈമളും ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരുന്നു എന്നുള്ള കാര്യം പ്രകാശിന് അറിയാവോ? ഇല്ല. അതെ, വർഷങ്ങൾക്ക് മുമ്പുള്ള കഥ. തെറ്റുകളുടെ വഴിയിലൂടെ സഞ്ചരിച്ച് ധനികരായി തീർന്ന രണ്ട് റെയിൽവേ പോർട്ടർമാരുടെ കഥ. അതിന്റെ ക്ലൈമാക്സ് മാത്രം പറയാം. ഒരു നിർണായക ഘട്ടത്തിൽ കൈമൾ എന്നെ പിന്നിൽ നിന്നും കുത്തി. ഒരു സ്മോൾ ഒഴിക്കട്ടെ? No thanks. ഒരു ആഫ്റ്റർ 6 ആയിരുന്നെങ്കിൽ നോക്കായിരുന്നു. സ്വന്തമായി ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള വ്യഗ്രതയായിരുന്നു കൈമളിന്. ആ ശ്രമത്തിൽ ഒരു പരിധിവരെ അയാൾ വിജയിക്കുകയും ചെയ്തു. ഇന്ന് ഞങ്ങൾ തമ്മിലുള്ള മത്സരം ഒന്നുകൂടി രൂക്ഷമായിരിക്കുകയാണ്. ബോംബെയിലെ ഇബ്രാഹിം ഖാനുമായി കൂട്ടുകൂടി എന്നെ തകർക്കാനുള്ള ശ്രമത്തിലാണ് കൈമൾ. എന്റെ ആൾക്കാരുടെ സ്മഗ്ലിംഗ് ആക്ടിവിറ്റീസ് മുഴുവൻ പോലീസിന് ചോർത്തി കൊടുക്കുക, ഞങ്ങൾക്ക് വരുന്ന സാധനങ്ങൾ കബളിപ്പിച്ച് തട്ടിയെടുക്കുക, ഇതൊക്കെയാണ് അയാളുടെ പരിപാടി. കള്ളക്കടത്തുകാരനാണെങ്കിലും മനസാക്ഷിയുള്ളവനാണ് ഞാൻ. അതുകൊണ്ട് അയാളുടെ രീതിയിൽ തിരിച്ചടിക്കാൻ എനിക്കിഷ്ടമല്ല. എന്നിൽ നിന്ന് സാർ എന്താണ് പ്രതീക്ഷിക്കുന്നത്? പറയാം. എന്റെ ആൾക്കാരെല്ലാം കള്ളക്കടത്ത് സംബന്ധമായ പോലീസ് കേസുകളിൽ പെട്ടിരിക്കുക. പ്രകാശിനെ പോലെ എഫിഷ്യന്റ് ആയ ഒരാളെ എനിക്ക് ലീഗൽ അഡ്വൈസറായി കിട്ടിയാൽ അതൊരു വലിയ സഹായമായിനി. ഐ എം പ്രിപ്പയർഡ് ടു ഗിവ് യു എനി എമൗണ്ട്. എത്ര രൂപ വേണമെങ്കിലും തരാം. അതല്ല സാർ, മിസ്റ്റർ കൈമളിനെ കുറിച്ച് സാറ് പറഞ്ഞതെല്ലാം ഒരുപക്ഷെ ശരിയായിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ഗോഡ് ഫാദറാണ് അദ്ദേഹം. അദ്ദേഹത്തെ എതിർക്കുന്ന ഒരാൾക്ക് നിയമോപദേശം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം സോറി. ശരി, എങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. ഞാൻ വരട്ടെ സാർ. മിസ്റ്റർ പ്രകാശ്, എന്റെ ഈ ഓഫർ എപ്പോഴും നിലവിലുണ്ടാവും. നാളെ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളുടെ ഈ തീരുമാനത്തിന് മാറ്റം സംഭവിക്കുകയാണെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. അങ്ങനെ അയാൾ പ്രകാശം തട്ടിക്കൊണ്ട് പോകുന്നതിൽ പോട്ടെ. ആരും ഈ ലോകത്തൊരു മറ്റൊന്നുമല്ല. ആദ്യത്തിന്റെ എടുത്തേട്ടോ നിർത്ത്. മിനിസ്റ്റുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻസ് ഉൾപ്പെടെ എല്ലാ മൈന്യൂട്ട് രഹസ്യങ്ങളും അറിയാവുന്ന ആളാണ് പ്രകാശ്. അയാൾ GK-യുടെ സൈഡിലേക്ക് പോയാൽ അതൊരു പ്രശ്നമാകും. ശരി, എങ്കിൽ അച്ഛനും അമ്മാനും കൂടി അവന്റെ കാല് പിടിക്കണം. ഈ വക കാര്യങ്ങൾക്കൊന്നും എന്നെ കിട്ടില്ല. മോഹൻ, ഹലോ സാർ. ആ പറഞ്ഞ സമയത്ത് തന്നെ എത്തിയല്ലോ. അത്യാവശ്യമായി എന്നെ അന്വേഷിച്ചു എന്നറിഞ്ഞു. എന്താ വല്ല പോലീസ് കേസിലും ചെന്ന് പെട്ടോ? ആ, അതെന്താ പ്രകാശ് അങ്ങനെ പറഞ്ഞത്? എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ മാത്രമേ പ്രകാശിനെ കോണ്ടാക്ട് ചെയ്യൂ എന്നൊരു സൂചനയില്ലേ അതില്? ഏയ്, ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ സാർ. ഇത്തവണ പ്രകാശനും പ്രയോജനമുള്ള കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് വിളിച്ചത്. ആ
നമ്മുടെ എല്ലാ പാർട്ണർഷിപ്പ് കൺസേണുകളും റീകൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നു. പുതിയ കൺസ്ട്രക്ഷൻ കമ്പനി ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളിലും മിസ്റ്റർ ശ്യാം പ്രകാശ് ഒരു പാർട്ട്ണർ ആയിരിക്കും. എന്ത് പറയുന്നു? ഐ എം സോറി സർ, ഐ ഹാവ് ടു ടേൺ ഡൗൺ യുവർ ഓഫർ. ബിസിനസ്സും പ്രൊഫഷനും കൂടി കൂട്ടിക്കുഴച്ചാൽ അത് ശരിയാവില്ല. ഏതായാലും സാറിന്റെ മഹാമനസ്കതയ്ക്ക് നന്ദി. എന്നാ പിന്നെ പ്രകാശിന്റെ ഇഷ്ടം. വേറൊന്നുമില്ലല്ലോ, വരട്ടെ. ആ ഇയാളൊരു ചുക്കും പറയണ്ട. തനിക്ക് ആരുമാ ലൈസൻസ് തന്നു? അത് ശരി. കൊണ്ടിടിച്ചിട്ട് ചിരിക്കണ. ഓ, റോങ് സൈഡിൽ വന്ന് കാറിൽ ഇടിച്ചതും പോരാ. ദേ പ്രകാശ് സാർ വരുന്നു. നമ്മുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് സാർ അറിയണ്ട. ഞാൻ പോയി പുള്ളിക്കാരനെ ഹാൻഡിൽ ചെയ്തിട്ട് വരാം. സ്കൂട്ടർ പഠിച്ചോണ്ടിരിക്കാനെന്നുള്ള വിവരമൊന്നും പറയണ്ട. അയ്യോ, വണ്ടി ഒന്നും എടുക്കാൻ നോക്കണ്ട, പോലീസ് വരട്ടെ. ഒരു തീരുമാനം ഓട്ടം എന്നിട്ട് എടുത്താൽ മതി. എന്തുവാടേ പ്രശ്നം? സാർ സ്കൂട്ടർ ഒന്ന് തട്ടി. ഓ, അത് ശരി. നമ്പരില്ല, റോങ് സൈഡിൽ കൊണ്ടുവന്ന് എന്നെ കാറിൽ ഇടിച്ചു. ഞാൻ കേസ് കൊടുക്കുന്നത് പേടിച്ചായിരിക്കും ഇങ്ങോട്ട് ഉടക്കാൻ വരുന്നത്. നിങ്ങളുടെ പേര് കുഴപ്പമൊന്നുമില്ലല്ലോ. അയ്യോ സാർ, ഞങ്ങൾ മര്യാദയ്ക്ക് വരികയായിരുന്നു. ആ. അയാളാണ് കൊണ്ട് തട്ടിയത്. ഞങ്ങൾ കളഞ്ഞിട്ട് പോകാന്ന് കരുതി. പിന്നെ അയാൾ തട്ടിക്കറി. ഞങ്ങൾ അഡ്വക്കേറ്റ് ശ്യാം പ്രകാശിന്റെ ജൂനിയേഴ്സ് ആണെന്ന് പറഞ്ഞപ്പോ ഏത് ശ്യാം പ്രകാശ്, അവന്റെ തന്ത വന്നാലും എന്നെ ഒരു ചുക്കും ചെയ്യില്ലെന്ന് അയാൾ പറഞ്ഞു. ആഹാ, ആരാ അയാള്? ആളാരാണ് ഞങ്ങൾക്ക് അറിയില്ല. നീ വാ, നമുക്ക് ചോദിക്കാം. പോയ പെയിന്റിന്റെ കാശ് വാങ്ങിച്ചെന്ന്. ആ, നീ വാ. ആ, എന്താ പ്രശ്നം? നിങ്ങളാരാ? എന്റെ പേര് ശ്യാം പ്രകാശ്, അഡ്വക്കേറ്റ്. ആക്ച്വലി സോപ്പൊന്നും ഇടണ്ട. ട്രാഫിക് വളരെ കൂടിയ ഒരു സ്ഥലമാണിത്. നിങ്ങൾ തമ്മിൽ ഒരു കോംപ്രമൈസ് ആയിട്ട് ഇവർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ കൊടുത്ത് സ്ഥലം കാലിയാക്കി. കണ്ടില്ലേ എന്റെ ആരുടെ ഭാഗത്താണെന്നൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. ഞാൻ ആളിത്തിരി പക്ഷേ ഓ, അത് ശരി. ആൾക്കാരുടെ മുമ്പിൽ ചൊല്ലിയാൽ ഊരരുത്. നിങ്ങൾ മര്യാദയ്ക്ക് അവർക്ക് കാശ് കൊടുക്കുന്നോ? കാശ് കൊടുക്കുന്നില്ല. ഓഹോ, എങ്കിൽ പിന്നെ കോടതി വെച്ച് കാണാം. ഓ ഏ ശരി. ആ ശരി. നിങ്ങളെ ഞാൻ എന്റെ കാലിൽ വീഴ്ചില്ലെങ്കിൽ എന്റെ പേര് അഡ്വക്കേറ്റ് ശ്യാം പ്രകാശ് എന്നല്ല. ശ്യാം സാർ, ചുമ്മാ നീ വണ്ടി എടുക്ക. വണ്ടി നമ്പർ നോട്ടി. എനിക്കറിയാം. വണ്ടി ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന പ്രശ്നമൊന്നുമില്ല. ഞാൻ ആരാണെന്ന് എനിക്ക് കാണിച്ചു തരാം. ആഹാ. വരൂ. ഡോക്ടർ സാറുണ്ടോ? ഉണ്ട്, കുളിച്ചോണ്ടിരിക്കുക. ഇപ്പൊ വരും. വരുന്നേ. അല്ല, ചികിത്സയൊക്കെ എങ്ങനെ നടക്കുന്നു? മോൾക്ക് പനിയോ ജലദോഷമോ ഒക്കെ വന്നാ ഇവിടെ തന്നെ ചികിത്സിക്കാമല്ലോ. ഓ, വലിയ തമാശയെന്നായിരിക്കും വിചാരം. അല്ല, ഞാൻ എങ്ങനെ തുടങ്ങേണ്ടതെന്ന് ആലോചിച്ച് ബുദ്ധിമുട്ട്. ഈ കന്നുകാലികളുടെ കുളമ്പ് രോഗത്തെ തുടങ്ങി സങ്കരയിനം പശുക്കളിലെത്തി അവസാനം രാധികയുടെ കേസ് പ്രസന്റ് ചെയ്യാം. എന്താ? അതൊക്കെ സാറിന്റെ സൗകര്യം പോലെ. എന്തെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്തിട്ടേ ഇവിടുന്ന് പോകാവൂ. അതാ മിടുക്ക്. അതൊക്കെ ഞാൻ ഏറ്റു. കൊലമരത്തിൽ നിന്ന് വരെ ആൾക്കാരെ രക്ഷിച്ചിട്ടുള്ള ആളോടാ. ആരാ മോളെ വന്നിരിക്കുന്നത്? അയ്യോ, അച്ഛൻ ഒന്നും തോന്നുന്നു. അതെ, നമ്മൾ തമ്മിൽ പരിചയമുള്ള കാര്യങ്ങളൊന്നും പറയരുത് കേട്ടോ. ഒരു കല്യാണ ആലോചനയായിട്ടേ പ്രസന്റ് ചെയ്യാവൂ. അതൊക്കെ ഞാൻ ഏറ്റു. വിളി. ആരാ? എന്തു വേണം? ഓഹോ, താനാണോ? വീട്ടിലൊന്ന് വെല്ലുവിളിക്കാൻ വന്നാണോ? അല്ല സാർ, അത് പിന്നെ നിങ്ങളെ പോലെ ചെറുപ്പക്കാരിൽ നിന്നും അല്പം കൂടെ ഡീസൻസി ഞാൻ പ്രതീക്ഷിച്ചു. അല്ല സാർ, സത്യം പറഞ്ഞാൽ ഞാൻ സാറിനോട് മാപ്പി ചോദിക്കാൻ വന്നാണ്. എന്താ ഇത്? ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് സാറിന് പിന്നീട് മനസ്സിലാവും. അല്ല സാർ, തെറ്റെന്റെ ജൂനിയേഴ്സിന്റെ ഭാഗത്തായിരുന്നു എന്ന് ഞാൻ പിന്നീടാ മനസ്സിലാക്കിയത്. ഞാനൊരു എടുത്തുചാട്ടക്കാരനാണ്. കാള പെറ്റുമെന്ന് കേട്ടാൽ ഉടൻ തന്നെ ഞാൻ എക്സാക്ട്ലി. ഇതിനു മുമ്പും പല അബദ്ധങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ സത്യം പറയാലോ, ആൾക്കൂട്ടത്തിൽ വെച്ച് ഒന്ന് ഷൈൻ ചെയ്യാലോ എന്നൂടെ കരുതിയ. സാർ എന്നോട് ക്ഷമിച്ചു എന്ന് പറയണം. എങ്കിലേ എന്റെ ആത്മാവിന്, സോറി, എന്റെ മനസ്സിന് സമാധാനം കിട്ടൂ. ഓക്കെ, ഞാൻ ക്ഷമിച്ചു. പോരെ? എങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ ആവട്ടെ. പോട്ടെ. ശരി. എനിക്കൊരു ഗ്ലാസ് വെള്ളം കിട്ടിയിരുന്നേ കുടിക്കാൻ. അതിനെന്താ?
മോളെ ചായ കാപ്പി കൊണ്ടുവരൂ. മകളായിരിക്കും അല്ലേ? എന്താ? അല്ല ഒന്നുമില്ല. ആ ചായ കുടിക്ക്. അച്ഛന് ആ വേണ്ട. സാർ ഒരു മൃഗ ഡോക്ടറാണല്ലേ? എങ്ങനെ അറിയാം? അല്ല എനിക്ക് കണ്ടപ്പോ മനസ്സിലായി. അല്ല ഞാൻ മൃഗാശുപത്രി വെച്ച് സാറിനെ ഒരിക്കൽ കണ്ടു, അങ്ങനെ മനസ്സിലായി. സാർ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. ഇറ്റ്സ് എ റിക്വസ്റ്റ്. എന്താ പറയൂ. സാർ അതിനെ നോ എന്ന് പറയരുത്. ഇതെന്റെ ജീവിതത്തിന്റെ ഒരു പ്രശ്നമാണ്. ഈ നാട്ടിൽ ഏറ്റവും പ്രാക്ടീസ് ഉള്ള ഒരു ക്രിമിനൽ ലോയറാണ് ഞാൻ. സാർ എനിക്ക് സാറിന് നോ എന്ന് പറയരുത്. സാറിന്റെ ഒരു അൽസേഷൻ പട്ടിക്കുട്ടി തരണം. അതിലൂടെ പട്ടികളെ ഇല്ലല്ലോ. പട്ടിയില്ലേ? എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ ഒന്ന് നിന്നേ. ശ്യാമിന്റെ അമ്മ ഇന്നലെ രാവിലെ ഇവിടെ വന്നിരുന്നു. നിങ്ങളുടെ വിവാഹം അടുത്ത മാസം നടത്താൻ തീരുമാനിച്ച ഞങ്ങൾ പിരിഞ്ഞത്. സാർ കാഷ്വാലിറ്റി അവിടെ ഡോക്ടർ, അച്ഛന് തീരെ സുഖമില്ല. അഡ്മിറ്റ് ചെയ്യണം. അകത്തേക്ക് കൊണ്ടുവരൂ. നടക്കാൻ കഴിയില്ല, കാറിലിരിക്കുകയാണ്. ആരുടെയെങ്കിലും ഹെൽപ്പ്? പേഷ്യന്റിനെ സ്കാനിംഗ് റൂമിലേക്ക് മാറ്റിക്കോളൂ. നിങ്ങളുടെ ഫാദറിനെ സ്കാനിങ് ചെയ്യണം. ഉടൻ ഒരു 5000 റുപ്പീസ് പെർമിറ്റ് ചെയ്യണം. രൂപ ഞാൻ എത്രയും പെട്ടെന്ന് എത്തിക്കാം ഡോക്ടർ. സ്കാനിംഗ് നടക്കട്ടെ. ദിസ് എ പ്രൈവറ്റ് ഹോസ്പിറ്റൽ. പൈസ ഇല്ലാതെ ഒരു പേഷ്യന്റിനെയും ഇവിടെ എക്സാമിൻ ചെയ്തു കൊടുന്ന നിയമം. സോ പ്ലീസ് റിമിറ്റ് ദി മണി. ഒന്ന് ഫോൺ ചെയ്യണമായിരുന്നു. നമ്പർ എത്രയാ? 66443. ഹലോ. ഹലോ, അഡ്വക്കേറ്റ് ശ്യാംപ്രകാശിന്റെ ഓഫീസ് അല്ലേ? അതെ. അദ്ദേഹത്തിനൊന്ന് കൊടുക്കാമോ? അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ. അദ്ദേഹം എവിടെ പോയിരിക്കാണെന്ന് അറിയാമോ? കൈമൾ കൺസ്ട്രക്ഷൻ ഓഫീസിൽ കാണും. നമ്പർ തരാം. 72495. ഒരു മിനിറ്റ്, ഒന്ന് കുറിച്ചെടുത്തോട്ടെ. ആ പേനയും തരൂ. 72495. 72495. കൈമൾ കൺസ്ട്രക്ഷൻ. ശരി, 72495 ഒന്ന് തരുമോ? കിട്ടുന്നില്ലല്ലോ. ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യുമോ? ഡബിൾ 64443 ഒന്നുകൂടി വിളിക്കൂ. ഹലോ, ഞാൻ നേരത്തെ വിളിച്ചിരുന്നു. 72495 വിളിച്ചിട്ട് അവിടെ ആരും എടുക്കുന്നില്ലല്ലോ. വൈകുന്നേരം 6 മണി വരെ അവിടെ കാണുമെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞിരുന്നത്. ആരെങ്കിലും വന്നാലേ അങ്ങോട്ട് പറഞ്ഞേക്കാനാ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഓഫീസിലേക്ക് വരണമെങ്കിൽ മാഷിനെ KM ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തെന്ന് പറയണം. എത്രയാ? 5 രൂപ. അമ്മാ തീപ്പെട്ടി ഇങ്ങോട്ടൊന്ന്. എന്നാ
ശ്യാമേട്ടാ, ശ്യാമേട്ടനല്ലേ ഇവിടെ? ശ്യാം പ്രകാശ് ഉണ്ടല്ലോ, ഞാൻ വിളിക്കാം. ഇരിക്കൂ. മാഷിന് എങ്ങനെയുണ്ടമ്മേ? കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ആ മോനെ, ഗീത ഇതുവരെ വന്നില്ല. അവളവിടെ പോയി? അവള് നിന്നെ അന്വേഷിച്ച കൈമളുടെ കൺസ്ട്രക്ഷൻ കമ്പനി പോയതാ. അവൾ എന്തിനാ അവിടെ പോയത്? ആ കുട്ടി ഓഫീസിൽ ഫോൺ ചെയ്തപ്പോ ഞാനാ പറഞ്ഞത് സാർ അവിടെ കാണുന്നു. മോനെ, നീ ഒന്ന് പോയി അന്വേഷിക്കേ. ആ ശരി. എന്നെ തിരക്കി മാഷിന്റെ മകൾ ഇവിടെ വന്നോ? ഇവിടെ വന്ന് കണ്ടില്ലല്ലോ സാറേ. ഇതേ എന്താ ഉണ്ടായത്? പറ. മാഷിന്റെ മോളല്ലേ? അതെ. എന്നെ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പ്രകാശുമായി കുട്ടിക്ക് എന്താ ബന്ധം? ഏയ്, അത് മോശം. ചോദ്യത്തിന് മറുപടി പറയാതെ പോകുന്നത് മാനേഴ്സേ അല്ല. ഞാൻ പോണു. എന്താ പ്രകാശ്? എന്താണെന്നോ? എന്താണെന്ന് ഇവരോട് തന്നെ ചോദിക്കേ. പ്രകാശ്, റിലാക്സ്. എല്ലാം ഞാൻ അറിഞ്ഞു. സോൾവ് ചെയ്യാവുന്ന പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. യു റിലാക്സ്. വരൂ. കം ഓൺ. ശ്രീ പ്രകാശ്, എന്റെ സ്ഥാപനങ്ങളുടെ ലീഗൽ അഡ്വൈസർ എന്നതിനേക്കാൾ ഉപരി പ്രകാശ് എനിക്ക് എന്റെ മോനെ പോലെ തന്നെയാണ്. എങ്ങു നിന്നോ വന്ന ഒരു പെണ്ണിന് വേണ്ടി നമ്മുടെ ബന്ധം. എങ്ങു നിന്നോ വന്ന പെണ്ണൊന്നുമല്ല, ഗീത എന്റെ പെങ്ങളാ. ഷീ ഈസ് മൈ സിസ്റ്റർ. പെങ്ങൾ എന്ന് പറയണ്ട, പെങ്ങളെ പോലെ എന്ന് പറഞ്ഞാൽ മതി. സർ, നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എല്ലാം എനിക്കറിയാം. നടക്കാൻ പാടില്ലാത്താണ് നടന്നത്. ചെറുപ്പമല്ലേ, ചില ദുർബല നിമിഷങ്ങളിൽ ആരായിരുന്നാലും സർ, ഈ സംഭവം
ഒരു നിർഭാഗ്യകരമായ അപകടമാണ്. അൺഫോർച്ചുനേറ്റ് ആക്സിഡന്റ്. അപകടങ്ങളിൽ വിക്ടിംസ് ആകുന്നവർക്ക് സാധാരണ രീതിയിൽ എന്താണ് കിട്ടുക? നഷ്ടപരിഹാരം. പ്രകാശ് പറഞ്ഞോളൂ, എത്ര കാശ് വേണമെങ്കിലും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്നതല്ല ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടത്. ഓക്കെ, ഒരു ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറാണ്. വളരെ ന്യായമായ ഒരു ആവശ്യം. വൺ റീസണബിൾ ഡിമാൻഡ്. മോഹൻ ഗീതയെ വിവാഹം കഴിക്കണം. അതല്ല പ്രകാശ്, അതിപ്പോ മിനിസ്റ്ററുടെ മകളുമായിട്ടുള്ള ഒരു പ്രപ്പോസൽ ഒക്കെ ശരിയായിരിക്കുകയാണ്. അതൊരു പ്രപ്പോസൽ മാത്രമാണ്. ഇതൊരു പെൺകുട്ടിയുടെ ജീവിത പ്രശ്നമാണ്. അല്പം കൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും പറയൂ പ്രകാശ്. എന്താ, അവർക്ക് കാശില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം? സി, എന്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും ഞാൻ അവളുടെ പേരിൽ എഴുതി വെക്കാം. എത്ര കാശ് വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാം. പറയൂ, ഹൗ മച്ച് ഡു യു വാണ്ട്? വെരി സോറി പ്രകാശ്, ഈ ഒരു കാര്യം ഒഴിച്ച് വേറെ എന്ത് വേണമെന്ന് ചോദിച്ചോളൂ. ഇതിൽ കുറഞ്ഞുള്ള ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല. നിങ്ങൾ പറയുന്ന കോംപ്രമൈസ് എനിക്ക് സ്വീകാര്യവുമല്ല. ഉറപ്പാണോ? ഉറപ്പാണ്. ഓക്കെ, എങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. മിസ്റ്റർ കൈമൽ, വി ആർ പാർട്ടിങ് അവർ വേസ് ഹിയർ. ചതഞ്ഞ പാമ്പിനെ കൊല്ലണ്ടെന്ന് കരുതിയ മാത്രമല്ല, നിന്നെ എനിക്ക് ആവശ്യമുണ്ട് എന്റെ പെങ്ങടെ കഴുത്തി താലി കെട്ടാൻ.